ഇതേ ഇത് എൻ്റെ ഭർത്താവാണ്. നിനക്ക് ഇവനോട് എന്തും ചോദിക്കാം. ഇവൻ്റെ സ്ഥാനത്തേക്ക് ഞാൻ നിന്നെ പ്രതിഷ്ഠിക്കണോ എന്ന്. ഇവൻ തരാത്ത എന്താണ് നീ എനിക്ക് തരാൻ പോകുന്നത് എന്ന് വിശദീകരിക്കണം കേട്ടോ. എൻ്റെ ഭർത്താവിന് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ പറയാടോ. ഗായത്രി ഒരു പുച്ഛചിരിയോടെ ജോണിനോട് പറഞ്ഞു. എൻ്റെ ഭർത്താവ് എന്ന പദം ഗായത്രിയുടെ വായിൽ നിന്ന് കേട്ടതും രുദ്രന് ഒരുപാട് സന്തോഷമായിട്ടോ. ആ സന്തോഷത്തിനോടൊപ്പം അയാളെ കത്തിച്ചു കളയാനുള്ള ക്രോധവും അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. ജോൺ ഭയത്തോടെ രുദ്രനെ നോക്കി. പിന്നെ അവിടെ നടന്നത് അടിയുടെയും ഇടിയുടെയും പൊടിപ്പൂരമായിരുന്നു. നിനക്കറിയോ, ഇത് ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണാണ്. എൻ്റെ പെണ്ണാണെന്ന് മാത്രമല്ല, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്. നീ ഇവളെ തെറ്റായ രീതിയിൽ നോക്കി. നിന്റെ ദേഹം ചതഞ്ഞു. ഇനി നിന്റെ ജീവൻ എടുക്കും ഞാൻ. ഇനിയും നിന്റെ കാമദൃഷ്ടി കൊണ്ട് ഇവളെ നോക്കിയ നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടടാ എന്നും ചോദിച്ച അവൻ അവിടെ കിടന്ന് അലറി. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗായത്രിക്ക് രുദ്രനോടുള്ള സ്നേഹം കൂടുതലായിരുന്നു. എൻ്റെ ഭർത്താവ് എന്ന ലോകത്തോട് വിളിച്ചു പറഞ്ഞതിലൂടെ രണ്ടാളും അവരവരുടെ ഉള്ളിലുള്ള പ്രണയം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി. അടിപിടിക്കിടയിൽ രുദ്രന്റെ കൈക്ക് മുറിവേറ്റിരുന്നു കേട്ടോ. അത് ബാൻഡേജ് വെച്ച് തൽക്കാലത്തിന് രുദ്രൻ തന്നെ കെട്ടിയിരുന്നു. എന്താ മോനെ, എന്താ പറ്റിയത്? കല്യാണി അമ്മയും ചന്ദ്രശേഖരനും ചോദിച്ചു. അവരുടെ മുഖത്തൊക്കെ നല്ല ആദി ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് വീണതാ, രുദ്രൻ മറുപടി നൽകി. ഈ നടന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ അവർ ടെൻഷൻ അടിക്കും എന്നതുകൊണ്ടാണ് രുദ്രൻ തന്നെ ഗായത്രിയോട് അങ്ങനെ പറയാൻ പറഞ്ഞത്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു രുദ്രൻ. സ്പൂണിന്റെ അറ്റം കയ്യിൽ തട്ടുമ്പോൾ നല്ല വേദനയുണ്ടായിരുന്നു അവന് ഒരു രുള പോലും മര്യാദയ്ക്ക് കഴിക്കാൻ സാധിച്ചില്ല. ഗായത്രി അപ്പോഴാണ് അവനെ നോക്കിയത്. അവൻ കഴിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സങ്കടമായി. അവന്റെ വേദന അവളിലേക്കും പകരുന്ന പോലെ. അവൾ ഒരു ഉരുള ചോറെടുത്ത് അവന് നേരെ നീട്ടി. തനിക്ക് നേരെ നീട്ടിയ കൈ കണ്ടപ്പോൾ രുദ്രന് ശരിക്കും വിശ്വസിക്കാനായില്ല. ഗായത്രി ഇങ്ങനെ ചെയ്യുന്ന അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഗായത്രി കഴിക്കുന്ന രീതിയിൽ തലയാട്ടി. അവൻ ഗായത്രിയുടെ കയ്യിൽ നിന്നും ചോറ് വാങ്ങി കഴിച്ചു. അവളുടെ കൈ അവൻ്റെ ചുണ്ടിൽ തട്ടിയപ്പോൾ രണ്ടാളുടെയും ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. അവരുടെ കണ്ണുകൾക്ക് പരസ്പരം നോക്കാൻ കഴിഞ്ഞില്ല. ഒരു തരം ചമ്മലായിരുന്നു കേട്ടോ. ആ നിമിഷം ആ ഓഫീസിൽ വെച്ച് അവൾ ലോകത്തോട് പ്രഖ്യാപിച്ച പ്രണയത്തെ ഈ കൈത്തോടെ പൂർത്തിയാക്കുന്ന പോലെ തോന്നി അവന്. ആ ഒരു ഉരുള കഴിച്ചതിന് ശേഷം അടുത്തുള്ള ഉരുളയ്ക്കായി അവൻ്റെ മനസ്സ് വെമ്പാൻ തുടങ്ങി. അവൻ അവളുടെ എല്ലാ വിരലുകളുടെയും രുചി അറിഞ്ഞു. അവരുടെ ഉള്ളിലെ പ്രണയം മൗനമായി ഓരോ വേളയിലും കൈമാറ്റം ചെയ്യപ്പെട്ടു. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം അവർ മുറിയിലേക്ക് പോയി. അന്നത്തെ സംഭവങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ അലയടിച്ചിരുന്നു. രുദ്രൻ ബെഡിലേക്ക് കിടന്നു. ഗായത്രി മകൾ ശിവയ്ക്ക് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് കിടക്കാൻ നിന്നു. അത് കണ്ടപ്പോൾ രുദ്രൻ അവളെ ആകാംക്ഷയോടെ നോക്കി. എനിക്ക് ഒരു ഉമ്മ വേണം എന്നൊരു ഭാവം അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ കിട്ടിയാലോ? പ്രതീക്ഷിക്കാതെ പലതും കിട്ടുന്നുണ്ടല്ലോ അവനെ. ഗായത്രിയിൽ നിന്നും അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഗായത്രി അത് കണ്ടതായി നടിച്ചില്ല. അവൾ കുറച്ചു നേരത്തിന് ശേഷം രുദ്രന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവനെ പുതപ്പിച്ചു. അവനോട് പറഞ്ഞു, നാളെ ഓഫീസിലേക്ക് വരണ്ട, കൈ നല്ലോണം ശരിയായിട്ട് വന്നാൽ മതിയെന്ന്. രുദ്രൻ ഇതിന് ആദ്യം ഒന്ന് മറുപടി പറയാൻ തുടങ്ങി, തനിക്ക് പോകണമെന്ന് വാദിക്കാൻ. പക്ഷേ ഗായത്രിയുടെ ശാസന നിറഞ്ഞ സ്നേഹം അവനെ തടഞ്ഞു. ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നൊരു ഭാവം അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എത്ര നോക്കിയിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അവന്. താൻ ഇത്രയും നാളും കൊതിച്ച സ്നേഹവും കരുതലും ആ കണ്ണുകളിൽ കണ്ടപ്പോൾ അവന് എതിർക്കാൻ തോന്നിയില്ല. അവളെ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ തോന്നി. ആ തുടുത്ത കവളിൽ ഒന്ന് അമർത്തി ചുംബിക്കാൻ തോന്നി. പക്ഷെ പറ്റില്ലല്ലോ, പ്രണയം തുറന്നു പറയാതെ അങ്ങനെ ചെയ്ത പണി കിട്ടില്ലേ. അങ്ങനെ അവൻ ഗായത്രി പറഞ്ഞതനുസരിച്ച് നല്ല കുട്ടിയെ പോലെ അവിടെ കിടന്നു. അന്നത്തെ അടിപിടിയിൽ കൈക്ക് മാത്രമല്ല അവൻ്റെ മനസ്സിലെ എല്ലാ ദേഷ്യങ്ങൾക്കും വിഷമങ്ങൾക്കും കൂടി ഒരു ശമനം വന്നതായി അവൻ അറിഞ്ഞു. തനിക്ക് ഒരു കുടുംബം രൂപപ്പെടുന്ന പോലെ തോന്നി അവന്. അവൻ കണ്ണടച്ച് കിടന്നു. പക്ഷെ ഉറക്കം അവനെ തഴുകിയില്ല. അവൻ്റെ മനസ്സിലുടനീളം ഗായത്രി നിറഞ്ഞു നിന്നു. തന്നെ ചേർത്ത് നിർത്തി ഇതെൻ്റെ ഭർത്താവാണ് എന്നവൾ വിളിച്ചു പറഞ്ഞ നിമിഷം, അവളുടെ കൈ കൊണ്ട് തനിക്ക് സ്നേഹത്തോടെ ചോറ് വാരിത്തന്ന ആ നിമിഷം, അതെല്ലാം അവൻ്റെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞു. ഗായത്രി മുറിയിലെ ലൈറ്റ് കെടുത്തി ബെഡിൻ്റെ മറ്റേ അറ്റത്ത് വന്ന് കിടന്നു.
അവളും ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്കും കഴിഞ്ഞില്ല. ജോൺ എന്ന വൃത്തികെട്ട മനുഷ്യൻ്റെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചെങ്കിലും രുദ്രൻ തനിക്ക് വേണ്ടി അയാളോട് പ്രതികരിച്ചത് ഓർത്തു അവൾ. ആ നിമിഷം അവൻ്റെ കണ്ണിൽ ആ സമയത്തുണ്ടായ ക്രോധം ഓർമ്മ വന്നു. അവൻ തന്നെ അവൻ്റേതായി കരുതാൻ തുടങ്ങി എന്ന് അവൾക്ക് തോന്നി. അവൻ്റെ കണ്ണിൽ കണ്ടത് യഥാർത്ഥ സ്നേഹമാണെന്നും എല്ലാം അവൾ തിരിച്ചറിഞ്ഞു. അവൻ്റെ കരുതൽ അവൾ ആ സമയം ആഗ്രഹിച്ചിരുന്നു. അവൾ നിർമ്മിച്ച കോൺട്രാക്ട് തകർന്നു പോകുന്ന പോലെ തോന്നി അവൾക്ക്. അവൾ പതിയെ തിരിഞ്ഞ് രുദ്രനെ നോക്കി. ഇരുട്ടിൽ അവൾക്ക് അവൻ്റെ രൂപം അവ്യക്തമായി കാണായിരുന്നു. അവൻ ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. രുദ്ര, അവൾ പതിഞ്ഞ സ്വരത്തിൽ അവനെ വിളിച്ചു. അവൻ ശബ്ദമുണ്ടാക്കി. കൈക്ക് വേദനയുണ്ടടാ? അവളുടെ ശബ്ദത്തിൽ നിറയെ വാത്സല്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ല, ഇപ്പോൾ കുറവുണ്ട്, അവൻ കള്ളം പറഞ്ഞു. വേദനയുണ്ടായിരുന്നു, പക്ഷെ അവളുടെ കരുതൽ ആ വേദനയെ ഇല്ലാതാക്കുന്ന പോലെ തോന്നി അവന്. അവൻ ഒന്ന് ചെറുതായി ചിരിച്ചു. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാട്ടോ. വേണ്ട ഗായത്രി, ഇതിപ്പോൾ മാറും. താൻ നാളെ ഓഫീസിൽ പോകുന്നില്ലേ? രുദ്രൻ ഗായത്രിയോട് ചോദിച്ചു. പോകുന്നില്ല, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ നാളെ ലീവാണ്. എന്ന് നാളെ നമുക്ക് ശിവമോളെയും കൂട്ടി പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അവളുടെ മറുപടി അവനെ അത്ഭുതപ്പെടുത്തി. മാഡം, എന്നെക്കൊണ്ട്? രുദ്ര, അവൾ അവനെ തടഞ്ഞു. ഒന്നും പറയണ്ട. താൻ പറയാൻ വന്നത് എന്താണെന്ന് എനിക്കറിയാം. അതെനിക്ക് കേൾക്കുകയും വേണ്ട. ഞാൻ കാരണമല്ലേ നിനക്ക് പരിക്ക് പറ്റിയത്. അതുകൊണ്ട് ഞാൻ എന്തായാലും നാളെ നിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരും. പിന്നെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഒരുവിധം എളുപ്പമാവും. ശിവമോൾക്കും പപ്പയുടെയും അമ്മയുടെയും കൂടെ പുറത്തു പോകുന്നതൊക്കെ ഇഷ്ടമാണ്, അവൾ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ രുദ്രന് അതിലില്ലാത്ത സന്തോഷം തോന്നി. പിന്നീട് പരസ്പരം ഒന്നും പറയാതെ അവർ കിടന്നു. എപ്പോഴോ ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇനിയുള്ള സംഭവങ്ങൾ നല്ല രസമുള്ളതാട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ.